Sky Gold, elegance of beauty. ഈ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജലസ്രോതസ്സാണ് ആൽപ്പാക്കുളം. ആൽപ്പാക്കുളത്തിന്റെ പരിസരത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ ആൽപ്പാക്കുളം മാമാങ്ക കാലത്തോളം പഴക്കമുള്ള ചരിത്ര പ്രാധാന്യമുള്ള ആൽപ്പാക്കുളമാണ്. അന്ന് ചാവേറുകളൊക്കെ ഇവിടെ കുളിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമാണ്. ഈ ആൽപ്പാക്കുളം നവീകരണത്തിന് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പദ്ധതി പ്രകാരം 55 ലക്ഷം രൂപ 55 ലക്ഷം രൂപ അനുവദിച്ച് അങ്ങനെയാണ് ഈ കുളത്തിന്റെ നവീകരണം നടക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയിൽ ഈ ഡിവിഷനിലെ മെമ്പറായിരുന്നു ദിലീപ്. ഒരുപക്ഷെ ദിലീപിന്റെ ശ്രമഫലമായി, ഇപ്പോൾ ദിലീപ് അല്ല എങ്കിൽ പോലും ദിലീപിന്റെ അന്നത്തെ ശ്രമഫലമായാണ് ഈ ഫണ്ട് അനുവദിച്ചത് എന്ന് പറഞ്ഞാൽ അത് വസ്തുതയല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ നവീകരണ പ്രവർത്തനങ്ങളുമായി പല രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. പിന്നെ ഇത് എങ്ങനെ പൂർത്തീകരിക്കുമെന്നാണ്, എങ്ങനെ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് താങ്കൾക്ക്? അല്ലെ, നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ ഒന്ന് ഞാൻ ഇടപെടുകയാണ്. ഒന്ന്, PMKSY എന്ന് പറഞ്ഞ പദ്ധതി ഓരോ ബ്ലോക്ക് പഞ്ചായത്തിലും 5 വർഷം കൂടുമ്പോൾ വരാറുണ്ട്. കഴിഞ്ഞ തവണ വേങ്ങര ബ്ലോക്ക് പഞ്ചായത്താണ് നടപ്പിലാക്കിയിരുന്നത്. അതിന് ശേഷമാണ് പെരുന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വരുന്നത്. പെരുന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഈ പദ്ധതി വരുമ്പോൾ ഓരോ പദ്ധതികളെയും കൊണ്ടുവരിക എന്നുള്ള ഒരു പ്രധാനപ്പെട്ടതാണ്. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും കൊണ്ടുവരിക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ പദ്ധതി. അങ്ങനെ ഈ പദ്ധതി കൊണ്ടുവരുമ്പോൾ ആ തുക എവിടെ ചെലവഴിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ബ്ലോക്ക് ഡിവിഷൻ അംഗവും കൂടി അടങ്ങിയിട്ടുള്ള ഭരണസമിതിയിലാണ്. ആ ഭരണസമിതിയിൽ ബ്ലോക്ക് ഡിവിഷന്റെ അംഗത്തിന്റെയും ബ്ലോക്ക് ഡിവിഷന്റെയും ഈ പ്രദേശത്തുള്ള നിവാസികളുടെ എല്ലാം തന്നെ നിർദ്ദേശമായിരുന്നു നമുക്ക് ഈ അൽപ്പാക്കുളം നവീകരിച്ചെടുക്കാൻ എന്തെങ്കിലും പദ്ധതി ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ ആ പദ്ധതിയെ കുറിച്ചിട്ട് നമ്മൾ ഭരണസമിതിയിൽ വെക്കുകയും വലിയ പിന്തുണ ഭരണസമിതി നൽകുകയും ചെയ്തു. 2 ഡിപ്പാർട്ട്മെന്റുകളെ കൂട്ടിപ്പിടിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടായിരുന്നു. ദേവസ്വം ബോർഡ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, ആ 2 ഡിപ്പാർട്ട്മെന്റുകളെയും കൂട്ടിപ്പിടിച്ച് അങ്ങനെ നീണ്ട ഒരു പരിശ്രമത്തിനൊടുവിലാണ് ഈ പദ്ധതി വരുന്നത്. ശേഷം വരുന്നത് ഈ പദ്ധതി നടപ്പിൽ ആക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ആ ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞു, തുടർ ഭരണസമിതി അധികാരത്തിൽ വന്നു. അവർ വളരെ ജാഗ്രതയോടുകൂടി ഈ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഡിവിഷൻ അംഗം അതിന് നേതൃത്വം തന്നെയാണ്, അവർ അതിന് നേതൃത്വം നൽകുന്നുമുണ്ട്. ഞാൻ ഇതിലൊന്ന് ഇടപെടട്ടെ. ഇത് ആ അൽപ്പാക്കുളത്തിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് ഫണ്ട് അനുവദിച്ചതിന് ശേഷം ഇവിടെ ഒരു ഫ്ലെക്സ് യുദ്ധം, അതായത് അന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയമാണ്. എല്ലാ പാർട്ടിക്കാരും, BJPയുടെ ഉണ്ടായിരുന്നു, UDFന്റെ ഉണ്ടായിരുന്നു, LDFന്റെ ഉണ്ടായിരുന്നു, താങ്കളുടെ ഉണ്ടായിരുന്നു. ഈ ഫ്ലെക്സ് ഒക്കെ പിന്നീട് മാറിയപ്പോൾ നവീകരണമൊക്കെ തുടങ്ങുന്നു. പക്ഷെ എന്നാലും ഇവിടെ ചില കാര്യങ്ങളിലൊക്കെ അതായത് ഉദ്ദേശിച്ചത്ര വേഗത വന്നില്ല എന്ന ഒരു പരാതിയും ആക്ഷേപം ഉണ്ടായിരുന്നു. അതിനകത്ത് ഇപ്പോ അങ്ങനെ ഫ്ലെക്സ് യുദ്ധം എന്ന് പറയാൻ പറ്റില്ല. കാരണം ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷൻ ശ്രീ AK മുസ്തഫ, അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷനാണ്. അദ്ദേഹം അധ്യക്ഷനായിരിക്കുന്ന ഭരണസമിതിയാണ് ഇത് എവിടെ നടപ്പിലാക്കണം എന്നുള്ളതിൽ അംഗീകാരം നൽകുന്നത്. ഇത് എന്ത് ചെയ്യണം എന്നുള്ളത് നിർദ്ദേശിക്കുന്നത് ബ്ലോക്ക് ഡിവിഷൻ അംഗമായിരുന്നു. അപ്പോൾ ബ്ലോക്ക് ഡിവിഷൻ അംഗത്തിന്റെ ഒരു ഫ്ലക്സ് വരുന്നു. ഫ്ലക്സ് പിന്നെ വെക്കുന്നത് ഈ പറയുന്ന ആളുകളൊന്നും അല്ല. ഒന്ന് ദേവസ്വം ബോർഡാണ്, അവിടുത്തെ CIT യൂണിയനാണ് ഒന്ന് വെച്ചിട്ടുള്ളത്. CIT യൂണിയൻ ആകുമ്പോൾ ഒരു പക്ഷേ അവരാണ് തീരുമാനിക്കുക ആരുടെ എല്ലാം വെക്കണം എന്നുള്ളത്. അന്നത്തെ തദ്ദേശ വകുപ്പ് മന്ത്രിയുടെയും കൂടി വെച്ചിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനമാണെന്നുള്ളതുകൊണ്ട് അന്നത്തെ തദ്ദേശ വകുപ്പ് മന്ത്രിയുടെയും കൂടി ചിത്രം അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ ഓർക്കുന്നത്. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഫോട്ടോ വെച്ചിട്ട് അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ചിട്ടുണ്ട്. അതിനെല്ലാം തന്നെ പോസിറ്റീവാണ്. പക്ഷെ അത് ഞാൻ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഒരു പഞ്ചായത്ത് മെമ്പർ ഈ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന വാർഡിന്റെ ഒരു പഞ്ചായത്ത് മെമ്പറുടെ ഫോട്ടോ ഒക്കെ കണ്ടു. അതൊക്കെ ജനങ്ങളുടെ ശ്രദ്ധ തെന്നിലേക്ക് കേന്ദ്രീകരിപ്പിക്കാനും ഇതിൽ നിന്നും മാറ്റി സ്ഥാപിച്ചെടുക്കുന്നതിനും വേണ്ടിയുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള ശ്രമമൊക്കെ ആയിരുന്നു. പക്ഷെ അതെല്ലാം ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അത് തിരിച്ചറിയുകയും ഇപ്പോൾ ഈ വശത്ത് ആരും കാണുന്നില്ല. ഇതിന്റെ അന്ന് വെച്ച തുക എങ്ങനെ ചെലവഴിക്കുന്നോ അതിലൊരു ആശങ്ക, അതിലൊരു ജാഗ്രത, അതൊന്നും ആർക്കും കാണുന്നില്ല. താങ്കളിപ്പോ ശരിക്കും ചില ദിവസങ്ങളിലൊക്കെ താങ്കളെ ഈ പരിസരത്തൊക്കെ കാണാം. അപ്പൊ താങ്കൾക്ക് അന്നത്തെ താങ്കളുടെ ഒരു വലിയ സ്വപ്ന പദ്ധതി പൂർത്തീകരിക്കുന്നത് വരെ ഇതിന്റെ പിന്നാലെ തന്നെ വേണമെന്നൊരു അതുണ്ടാവൂല്ലോ. നമ്മളൊരു എല്ലാവരും തന്നെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആണത്. ഇത് അങ്ങാടിപ്പുറത്തിന്റെ മുഖച്ഛായ മാറ്റുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതിന് വലിയ രീതിയിലുള്ള ഭരണസമിതിയുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ പിന്തുണ ഉണ്ട്. അത് വളരെ കൃത്യമായി നടക്കുമ്പോൾ അതിന്റെ ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അത് നോക്കി കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു മാനസിക സുഖമുണ്ട്. അതിനുകൂടി വരുന്നതാണ്, വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ല. ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ശരിക്കും
അഭിപ്രായങ്ങൾ ഈ ഘട്ടത്തിൽ തിരയേണ്ടത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, അതേപോലെ ഡിവിഷൻ അംഗം, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഉണ്ട്. ഞാൻ ഇവിടുത്തെ ഒരു പ്രദേശത്തുകാരനായിട്ടാണ് ഇപ്പോൾ. അല്ല, ഞാൻ പറയട്ടെ, അവരുടെയൊക്കെ അഭിപ്രായങ്ങളും എല്ലാം ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറോടൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ എല്ലാ ദിവസവും ഇങ്ങനെ പോകുമ്പോൾ പല ദിവസങ്ങളിലും നേരത്തെ ബ്ലോക്ക് മെമ്പർ ആയിരുന്ന താങ്കളുടെ സാന്നിധ്യം ഇവിടെ ഇങ്ങനെ കാണുന്നു. അപ്പോൾ താങ്കളുടെ ഒരു സ്വപ്ന പദ്ധതിയാണല്ലോ, അത് പൂർത്തീകരിക്കുന്നത് വരെ താങ്കളുടെ ഒരു നോട്ടവും കൂടി ഉണ്ടാവണമെന്ന് നല്ല കാര്യമാണ്. അത് രാഷ്ട്രീയത്തിനപ്പുറം നാടിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പദ്ധതി, അതായത് ഇത്രയും വലിയ ഒരു ജലസ്രോതസ്, ചരിത്ര പ്രാധാന്യമുള്ള ജലസ്രോതസ്സിന്റെ നവീകരണ ഘട്ടത്തിലൊക്കെ വന്നു നോക്കുന്നത് ഒരു ജനപ്രതിനിധി ആയിരുന്ന ആളെന്ന നിലയ്ക്ക് വളരെ നല്ലതാണ്. ഇനിയിപ്പോൾ ഞാൻ അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. ഇത് എങ്ങനെയൊക്കെ, കാരണം നേരത്തെ മഴ പെയ്തപ്പോൾ അതിൽ കൂടി ഒലിച്ച് ചെളിവെള്ളം വീഴുന്ന അവസ്ഥ, അതുകൂടാതെ ഇടക്ക് അവിടെ എന്തോ ഇടിഞ്ഞ് താഴേക്ക് പോകുന്ന അവസ്ഥ, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ താഴേക്ക് ഇടിഞ്ഞ് താഴേക്ക് പോകുന്നേക്കണോ? ഇതൊക്കെ ഒന്ന് സുരക്ഷിതമായി എങ്ങനെ പൂർത്തീകരിക്കാനാണ്, എത്ര കാലം കൊണ്ട് പൂർത്തീകരിക്കാനാവുമെന്നാണ് താങ്കൾക്ക്? ഇതില് ഇപ്പൊ ഈ ഇതിന്റെ പ്രവൃത്തിയിൽ വന്നുള്ള അപാകത എന്നുള്ളതൊന്നും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല. അതിൽ ഒന്ന് എടുത്തു പറയാനുള്ളത്, ഒന്ന് നമ്മുടെ NH പണിതതാണ് റോഡിന്റെ ഈ ഡിവൈഡർ എന്ന് പറയുന്നത്, റോഡിന് കുളത്തിനും കുറുകെയുള്ള ഡിവൈഡർ. അതിനകത്ത് ഇങ്ങനെ ചാലിട്ടിരിക്കുന്നത് അവിടെ വരുന്ന അഴുക്ക് ജലം അന്നത്തെ കാലത്ത് മലിനമായി കടന്നിരുന്ന ഈ കുളത്തിലേക്ക് തള്ളുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അത് അനുവദിക്കില്ല എന്നുള്ളത് നമ്മൾ വളരെ കർശനമായി പറഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം അതവിടെ മൂടുകയും ചെയ്തിട്ടുണ്ട്. ഇനി ആ റോഡിൽ നിന്നുള്ള ഒരു അഴുക്ക് ജലം കുളത്തിലേക്ക് വരാനുള്ള സാധ്യതകളില്ല. മറ്റൊന്നുള്ളത്, തൊട്ടപ്പുറത്ത് ഈ മതിലിന്റെ തൊട്ടപ്പുറത്തുള്ള സ്ഥലം ദേവസ്വത്തിൻ്റെതല്ല, അതൊരു വ്യക്തിയുടേതാണ്. അദ്ദേഹത്തിന്റെ മതിൽ ഇടിയും എന്നുള്ളത് രീതി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ചെലവിൽ എടുക്കുന്ന ഒരു മതിൽ പണിയാണത്. അതും ദേവസ്വത്തിന്റെ ഈ കുളത്തിന്റെ പണിയും തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. അത് ഞാൻ നിങ്ങളുടെ ഈ മാധ്യമത്തിലൂടെ പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ കൂടി വരുത്തുന്നതിന് വേണ്ടി ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഒരു തരത്തിലുള്ള ബന്ധമില്ല. അദ്ദേഹത്തിന്റെ ചെലവിൽ നടത്തുന്ന അദ്ദേഹത്തിന്റെ ഭൂമിയുടെയും വീടിന്റെയും അതിർത്തി കെട്ടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ, മറ്റൊന്നുമില്ല. ഇതിന് പൂർത്തീകരണം എങ്ങനെയായിരിക്കും? പൂർത്തീകരണം നോക്കൂ, ഇതിനകത്ത് നമുക്ക് ഒരു വാളും കൂടി വരാനുണ്ട് തൊട്ടപ്പുറത്ത്. വളരെ മനോഹരമായിട്ട് തന്നെ ഇത് നിർമ്മിച്ചെടുക്കുക എന്നുള്ളതാണ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 3 മാസം പരമാവധി പോയി കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഇനി വരികയുള്ളൂ. അതായത് ഇതിനകത്തുള്ള പണികളാണ് ഇനി 3 മാസത്തേക്ക് വരുന്നത്. മറ്റുള്ള വർക്കുകൾ കഴിഞ്ഞു. കാലാവസ്ഥ പ്രതികൂലമാവും എന്നുള്ള ഒരു മുൻകൂർ ധാരണയോട് കൂടിയിട്ടാണ് 3 മാസം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ വരേണ്ടതാണ്. നമുക്ക് ഇതിന് ചുറ്റും ഇപ്പൊ ഈ പറയുന്ന ഈ പടവുകളിലെല്ലാം തന്നെ ചെങ്കല്ലിന്റെ ഗ്ലാഡിങ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം വരും, ഈ ആളുകൾക്ക് വന്നിരിക്കാനും നല്ല കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിയിട്ടും അങ്ങാടിപ്പുറത്തിന്റെ ഭംഗി നേരിട്ട് കണ്ട് ആസ്വദിക്കുന്നതിന് വേണ്ടിയുള്ള ഇടം ഒരുക്കും. അതുപോലെ തന്നെ നല്ല ലൈറ്റിംഗ് എല്ലാം തന്നെ വരും. അങ്ങാടിപ്പുറത്തിന്റെ ഒരു മുഖം ഈ അൽപ്പാക്കുളം മാറ്റും. അതാണ് ഏതായാലും ദിലീപിന്റെ ഡിവിഷൻ മെമ്പറായിരുന്ന കാലത്ത് ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു അൽപ്പാക്കുളം നാടിന്റെ തന്നെ ഏറ്റവും ഈ അങ്ങാടിപ്പുറത്തിന്റെ ക്ഷേത്ര നഗരിയുടെ മുഖച്ഛായ മാറ്റാൻ ഉതകുന്ന ഒന്നായിരിക്കും അൽപ്പാക്കുളം. നിർമ്മാണ നവീകരണം എല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും വന്നിരിക്കാൻ പറ്റും. മാത്രമല്ല, ഈ ചരിത്ര പ്രാധാന്യം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ വരുന്ന എല്ലാവർക്കും ഈ ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് ഭക്തരെത്തുന്നുണ്ട്. അവർക്കും ഒരുപാട് പ്രയോജനപ്പെടുന്ന ഒന്നായിരിക്കും അൽപ്പാക്കുളത്ത്. ഏതായാലും എത്രയും പെട്ടെന്ന് നവീകരണമൊക്കെ പൂർത്തീകരിച്ച് ഇതിന്റെ ഇക്കാര്യത്തിലൊക്കെ രാഷ്ട്രീയത്തിനപ്പുറം ചിന്തിക്കേണ്ടതാണ് എല്ലാവരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ ഇതിലെ പോകുമ്പോഴൊക്കെ ഇടയ്ക്ക് ദിലീപിനെ ഇവിടെ കാണാറുണ്ട്, മുൻ മെമ്പർ എന്ന നിലയ്ക്കാണ് ഞാൻ ഇന്നും വണ്ടി നിർത്തിയത്. അപ്പോൾ ദിലീപ് ഇതിന്റെ പൂർത്തീകരണ ഘട്ടം ഓരോ ഘട്ടങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട് എന്നത് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ദിലീപിനോട് ഈ കാര്യങ്ങൾ ചോദിച്ചത്. ഏതായാലും ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് ഒന്നിച്ചു നിൽക്കാം. രാഷ്ട്രീയമൊക്കെ അതിന് കൂടെ ഉള്ളതാണ്. ഏതായാലും എത്രയും പെട്ടെന്ന് ഇത് പൂർത്തീകരിച്ച് നാടിനെ സമർപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തട്ടെ എന്നാണ് ഞങ്ങൾക്കും ആശംസിക്കാനുള്ളത്. ജബ്ബാർ വേണാട്ട്, വൺ ന്യൂസ്, പെരിന്തൽമണ്ണ. ചെറുപ്പുളശ്ശേരി ഐഡിയൽ ക്യാമ്പസിലെ വിവിധ സ്ഥാപനങ്ങളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് സ്ഥാപനമായ AICTE അംഗീകൃത ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസിൽ പുതിയ കാലത്ത് ജോലി സാധ്യതയുള്ള ആഡ് ഓൺ കോഴ്സുകളോടെ BA, BSc, BCom, BSW, BCA, BBA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകളിലേക്കും MA ഇംഗ്ലീഷ്, MCom, MSW തുടങ്ങിയ റെഗുലർ BEd ആൻഡ് DEIED ആൻഡ് ITI കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ചെറുപ്പുളശ്ശേരി.